നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ എത്രത്തോളം മനുഷ്യത്വരഹിതമാണ് എന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് തെരുവുകളിൽ കൊടും ക്രൂരതകൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കരങ്ങളാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടന്ന വമ്പൻ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ചൈന പാക് അച്ചുതണ്ടാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ സർക്കാരുകളെയും അസ്ഥിരപ്പെടുത്താനുള്ള കഴിഞ്ഞ കാലങ്ങളിലെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ചരടുവലികൾ തന്നെയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെയും തകർച്ചയ്ക്കിടയാക്കിയതെന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പുറത്തു വരികയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിലെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗം ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അതായത് പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIയുമായി ബംഗ്ലാദേശിലെ പ്രതിപക്ഷം ചർച്ച നടത്തിയിരുന്നു. ISIയുടെ സാമ്പത്തിക സഹായത്തോടെ നടത്തിയ രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു ബംഗ്ലാദേശിൽ നടന്നത് എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നിൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട്, കൂട്ടിന് ജമാഅത്തെ ഇസ്ലാമിയും ISIയും ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഭാരത വിരുദ്ധ സർക്കാർ ബംഗ്ലാദേശിൽ സ്ഥാപിക്കുകയാണ് ഇതിന് പിന്നിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, മാലിദ്വീപ് ഭരണകൂടത്തെ അട്ടിമറിച്ച് സ്വന്തം പക്ഷത്താക്കി ചൈന. അതുപോലെ ശ്രീലങ്കയിലെ സർക്കാരിനെ അട്ടിമറിച്ചു. പാകിസ്ഥാനിൽ അസ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാക്കി. നേപ്പാളിൽ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കി. ഒടുവിലിതാ ബംഗ്ലാദേശിലും ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭമുണ്ടാക്കിക്കൊണ്ട് നാട്ടിലാകെ കലാപമുണ്ടാക്കിക്കൊണ്ട് ഹിന്ദുക്കളെ ഒന്നടങ്കം അവിടെ കൊന്നു തള്ളിക്കൊണ്ടുള്ള രാഷ്ട്രീയ കലാപത്തിൻ്റെ ഒടുവിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് കൃത്യമായൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഭാരതം സംശയിക്കുകയായിരുന്നു കുറേ കാലങ്ങളായി. എന്താണ് ഭാരതത്തിന് ചുറ്റുമുള്ള ഈ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്? അതായത് ഓരോ ദിവസവും ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയായിക്കൊണ്ട് ഉൽപാദന മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും കുതിച്ചു കയറുകയാണ് ഭാരതം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് ലോകത്തിൻ്റെ നെറുകയിലാണ്. 3ാം തവണയും ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരണം വരുമെന്ന് ഒരിക്കലും പാകിസ്ഥാനോ ചൈനയോ കരുതിയതല്ല. അതിനുവേണ്ടിയുള്ള കൃത്യമായ അജണ്ടകൾ ഇന്ത്യക്ക് പുറത്തുള്ള സംഘടനകൾ, ഇന്ത്യയുടെ പുറത്തുള്ള ലോകരാജ്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണി അടക്കമുള്ള നിരവധി പാർട്ടികളെ വിലക്കെടുത്തുകൊണ്ട് രാജ്യത്തിനകത്തുള്ള തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാൻ കോടികൾ ഇറക്കിക്കൊണ്ടുള്ള വലിയ രാഷ്ട്രീയ നാടകം രാജ്യത്ത് നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, വെറും കെട്ടുകഥയല്ല. അത്തരത്തിൽ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങളെക്കുറിച്ച് പിന്നീട് ചില വാർത്തകൾ വരികയും ചെയ്തു. എന്നിട്ടും ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. 3ാം തവണയും നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാന സേവകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരമേറ്റു. എന്നിട്ടും തൻ്റെ നിലപാടിൽ ഒരു അണുവിട പോലും വിട്ടുവീഴ്ചയില്ല എന്ന് ആ മനുഷ്യൻ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വഖഫ് ബോർഡ് അടക്കമുള്ള വിഷയങ്ങളിൽ തൻ്റെ നിലപാട് ഊന്നിപ്പറഞ്ഞുകൊണ്ട് പുതിയ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു. ദേശരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അതോടുകൂടി ആകെ ആശങ്കയിലായത് ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളാണ്. ഈ നില തുടർന്നാൽ 2028 ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്ന ഭാരതം 2060-65 കാലമാകുമ്പോൾ അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യ മാധ്യമങ്ങൾ ഒന്നടങ്കം വിലയിരുത്തി. അത്രത്തോളം വമ്പൻ കുതിപ്പാണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല നടത്തുന്നത്. ഹൈവേയുടെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിൽ ചൈനയെ പിന്തള്ളിയ ഇന്ത്യ ഇപ്പോൾ 2ാമതാണ്.
ഈ നില തുടർന്നാൽ, ദേശീയ പാതയുടെ വികസനം ഈ നിലയ്ക്ക് തുടർന്നാൽ അധികം വൈകാതെ അമേരിക്ക പിന്തള്ളി ലോകത്തെ ഏറ്റവും അധികം ദേശീയ പാതയുള്ള, ഏറ്റവും അധികം റോഡ് വിസ്തൃതിയുള്ള രാജ്യമായി ഭാരതം മാറും. ഇങ്ങനെ ഓരോരോ മേഖലകളിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, ഉൽപാദന മേഖലയിൽ, മറ്റ് വ്യവസായ സംരംഭ മേഖലയിൽ, വിദേശ നാണ്യം നേടുന്ന കാര്യത്തിലടക്കം ഭാരതം കുതിക്കുകയാണ് എന്നുള്ളത് ചൈനയെ അടക്കം പാകിസ്ഥാനെ അടക്കം അന്താളിപ്പിച്ച കാര്യമാണ്. എന്തിനേറെ പറയുന്നു, ചൈനയിലെ സ്വന്തം മുഖപത്രം തന്നെ പറയുന്നു, ഇന്ത്യയുടെ കുതിപ്പ് കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആ മനുഷ്യൻ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ അന്ന് കളിയാക്കിയതാണ് ചൈനയടക്കമുള്ള വിദേശ രാജ്യങ്ങൾ. എന്നാൽ ഓരോ രാജ്യങ്ങളിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഓരോ ഉദ്യമങ്ങളായിരുന്നു, ഓരോ ഓപ്പറേഷനുകളായിരുന്നു. ആ യാത്രകൾക്ക് വലിയ ഫലങ്ങളുണ്ടായി. ആ യാത്രകൾക്കൊടുവിൽ വമ്പൻ നിക്ഷേപങ്ങൾ ആ രാജ്യത്തേക്ക് വന്നു. അങ്ങനെ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി ഭാരതം കുതിച്ചു കയറുകയാണ്. ഇന്ത്യയുടെ വ്യവസായ വളർച്ചയിൽ അത്ഭുതപ്പെടുകയാണ് ചൈന. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇനി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ചൈനയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴി. അതിന് ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചൈനയും പാകിസ്ഥാനും അടക്കം നടത്തി. വിദേശങ്ങളിലുള്ള നിരവധി കോർപ്പറേറ്റ് വമ്പന്മാർ ഇന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് പണമെറിഞ്ഞു എന്നുള്ള ചില ആക്ഷേപങ്ങളും നിലവിലുണ്ട്. എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ കേവല ഭൂരിപക്ഷം നൽകി NDA സർക്കാരിന് അധികാരത്തിലേക്ക് എത്തിച്ചു. മതി, നിങ്ങൾ നൽകിയ വിശ്വാസം മതി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തി. പിന്നീട് കണ്ടത് ഉരുക്കു മനുഷ്യനായ ഒരു പ്രധാനമന്ത്രിയെയാണ്. തൻ്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത, നിങ്ങൾ അധികം സീറ്റുകൾ തന്നില്ലെങ്കിൽ കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ നിറവേറ്റാൻ ബാധ്യതയുണ്ടെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞൊരു നേതാവിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതോടുകൂടി വിരളി പിടിച്ച ചൈനയും പാകിസ്ഥാനും അടക്കം ഇന്ത്യയെ നേരിട്ട് തൊടാൻ കഴിയാത്തതിൻ്റെ വിരോധം തീർക്കുന്നത് ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെയുള്ള ജനകീയ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു. അവിടെയൊക്കെ ഇസ്ലാമിക ഭരണകൂടങ്ങളെ കൊണ്ടുവന്നു. ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ വിരുദ്ധ ഭരണകൂടങ്ങളെ അവിടെയൊക്കെ അധികാരത്തിലെത്തിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നിഴൽ യുദ്ധം നടത്താനുള്ള ആഹ്വാനമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഒന്നോർക്കുക, ഭാരതത്തിനെ നയിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഭാരതത്തിനെ നയിക്കുന്നത് കരുത്തുറ്റ ഒരു ഭരണകൂടമാണ്. ഈ ഉമ്മാക്കി കാട്ടിലുകൊണ്ടൊന്നും വിരളുന്ന രാജ്യമല്ല ഇന്ത്യ. പക്ഷേ ഇവിടെ ഒന്നോർക്കണം, ഭാരതത്തിലെ ജനങ്ങളൊന്നോർക്കണം, എത്രത്തോളം വലിയ ഹൈന്ദവ വിരുദ്ധമായ കൊടും ക്രൂരതയാണ് ബംഗ്ലാദേശിൽ കാണിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരോട് തെരുവുകളിൽ കാണിക്കുന്ന അരുതായ്മകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. പച്ചയ്ക്കു മനുഷ്യരെ കൊന്നു തള്ളുന്ന കാഴ്ച, ഹൈന്ദവരായി പോയതുകൊണ്ട് മാത്രം സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗം ചെയ്യുന്ന കാഴ്ച, വീണ്ടും ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷവും അറയ്ക്കാതെ വെറുക്കാതെ വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു വെട്ടുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ നേർചിത്രമൊക്കെ നമുക്ക് ബംഗ്ലാദേശിൽ കാണാം. ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവർക്ക് വേണ്ടി ഒരു രോദനവും കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഒരിറ്റു കണ്ണീർ കേരളത്തിൽ വീണില്ല. 4000 കിലോമീറ്റർ അകലെയുള്ള പാലസ്തീനിൽ ഇസ്രായേലിൻ്റെ ബോംബ് വീണ് ഹമാസ് ഭീകരവാദികൾ ചത്തൊടുങ്ങിയപ്പോൾ ഇവിടെ തെരുവ് തോറും വലിയ പ്രതിഷേധങ്ങൾ നടന്നു. ഇവിടെ പ്രതിഷേധിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മത്സരിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാലസ്തീനിൽ ചത്തുവീണ ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് വേണ്ടി ഇറ്റ് വീണ 2 തുള്ളി കണ്ണീരിൽ 1 തുള്ളി കണ്ണീരെങ്കിലും ആ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ ഹൈന്ദവർക്ക് വേണ്ടി വീണോ എന്ന ചോദ്യം ചോദിക്കുക തന്നെ വേണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ മതതീവ്രവാദം കാണേണ്ടതില്ല. ഇത് മതേതരത്വമാണ്. ഈ ഇസ്ലാമിക ഭീകരവാദത്തെ കാണാതെ പോകുന്ന മതവെറിയന്മാരുടെ മനസ്സിലും കണ്ണിലുമാണ് മതതീവ്രവാദമുള്ളത്. മതേതരരെന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന പുരോഗമനവാദികളുടെ കള്ളത്തരം പൊള്ളത്തരം ഓരോ ദിവസങ്ങളിലും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്.